ഹലോ, വിങ്സ് ഓഫ് ഡ്രീംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മുംബൈയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളിവിടെ മുംബൈയിലാണ്, സെറ്റിൽഡാണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ഉത്സവങ്ങളും കാഴ്ചകളും ഇവിടുത്തെ ഒരു ജീവിത രീതികളും അതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ചാനലിൽ വീഡിയോസായിട്ട് വരാറുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ ആയാലും അത് കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് ഒരു കാഴ്ചയിലേക്കാണ് കേട്ടോ. ഇവിടെ ഗണേശോത്സവം തുടങ്ങാൻ വേണ്ടി പോവാന്നേ. മഹാരാഷ്ട്രയിൽ അല്ലെങ്കിൽ മുംബൈയിൽ ഏറ്റവും വലിയ ഒരു ഉത്സവം തന്നെയാണ് കേട്ടോ ഗണേശോത്സവം എന്ന് പറയുന്നത്. നമ്മുടെ വാർത്തകളിലും ചാനലുകളിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും ഗണേശോത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാനിന്ന് പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 10-15 മിനിറ്റ് ദൂരെ ഉണ്ടായിരുന്നല്ലോ ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ ഒരു ഗണപതി ഉണ്ടാക്കുന്ന ഒരു സെൻറ്റർ ഉണ്ട് കേട്ടോ, ഒരു ഷോപ്പ്. ഇവിടെ ഒരുപാട് ഏരിയകളിൽ ഇങ്ങനെ ഓരോ സെൻറ്ററുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഗണേശോത്സവം തുടങ്ങാനായി അപ്പോൾ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഗണപതി വിഗ്രഹങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഓരോ ഗണപതിക്കും ഓരോ കഥകൾ തന്നെ നമ്മളോട് പറയാനുണ്ടാവും. കാരണം ആ ഓരോ വിഗ്രഹത്തിനും ഓരോ എന്താ പറയുക, ഓരോ തീമിലാണ് കേട്ടോ അവരുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഐതിഹ്യമോ കഥകളോ ഒന്നും പറയാൻ എനിക്കറിയാത്തത് കൊണ്ട് തന്നെ എനിക്കിതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണെന്നോ ഒരു ആകാംക്ഷ ഉണ്ടായത്. അതുപോലെ തന്നെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് ഗണപതി വിഗ്രഹങ്ങളൊക്കെ ഇവരുണ്ടാക്കുന്നത്. ഗണപതി നിമജ്ജന സമയത്ത് വെള്ളത്തിൽ മുക്കിക്കളയുകയല്ലേ ചെയ്യാറ്. അപ്പോൾ ആ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെള്ളത്തിൽ അലിഞ്ഞു പോവാന്ന് കേട്ടോ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അവരുടെ പണിശാലയിലേക്കാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് ഇവർ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് ഇങ്ങനെ ഗണപതി വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഓരോ ഗണപതിനെയും നമ്മൾ കാണുമ്പോഴുണ്ടല്ലോ ശരിക്കും നല്ല ഒരു ഒറിജിനാലിറ്റി, നമ്മൾ കല്ലിലൊക്കെ ശില്പങ്ങൾ കൊത്തിയെടുക്കൂലേ, അതുപോലെ ഓരോ പാട്ടും ഓരോ പോയിൻറ്റും വളരെ മനോഹരമായിട്ട്, അതായത് നല്ല ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിലാണ് കേട്ടോ ഓരോ വിഗ്രഹങ്ങളും ഇവിടെ ഉള്ളത്. ഇവിടെ ഒരുപാട് വിഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മോഡലിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഷോപ്പിലത്തെ ആൾക്കാരോട് ചോദിച്ചു, ഇതിങ്ങനെ ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സെയിലാവുന്നതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ ഓൾറെഡി ബുക്കായതാണ്. പണി കഴിഞ്ഞ കുറേ വിഗ്രഹങ്ങൾ അവിടെ പാക്ക് ചെയ്തിട്ട്, അതുപോലെ തന്നെ ആരാ ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതിയിട്ട് ലേബൽ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗണപതി ഉത്സവം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വീടുകളിലും ഗണപതി വിഗ്രഹം പൂജക്ക് വെക്കും. അതുപോലെ തന്നെ പിന്നെ വലിയ വലിയ ഗണപതി വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ക്ലബിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സംഘടനകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവരുടെ ഇതിലും വെക്കൂട്ടാ പൂജിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഏതെങ്കിലും ഒരു സർക്കിളിലോ അങ്ങനെ ജംഗ്ഷനുകളിലോ അങ്ങനെയൊക്കെ വലിയ വലിയ വിഗ്രഹങ്ങളൊക്കെ വെക്കാറുണ്ട്, അമ്പലത്തിൻ്റെ അവിടെയോ അങ്ങനെ. അപ്പോൾ നമ്മളിങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ പറഞ്ഞത്, ഇപ്പം നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ വൈറ്റ് കളറിലുള്ള വിഗ്രഹമല്ലേ താഴെ കണ്ടത്, അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജാണ് ഇത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വൈറ്റ് വിഗ്രഹങ്ങളൊക്കെ ഇതുപോലെ ബോഡി കളർ കൊടുത്തിട്ട് വെക്കുന്നതാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഗണപതി നിർമ്മാണത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ്. ഇതിൽ ആ ഗണപതിക്കൊക്കെ ഇതുപോലെ ബോഡി കളർ കൊടുക്കും. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആവുന്നത് വരെ, നല്ല സെറ്റ് ആവുന്നത് വരെ ഇതുപോലെ കവറൊക്കെ ഇട്ട് സേഫ് ആക്കിയിട്ട് വെക്കും കേട്ടോ. അതിന് ശേഷമാണ് ഇതിന് കളറൊക്കെ കൊടുക്കുന്നത്. ശരിക്കും നമുക്കിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ഗണപതിയാണെന്ന് തന്നെ തോന്നിപ്പോവേ. നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ഗണപതി ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ നമുക്കുണ്ടാവുക. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഗണപതിയും ഓരോ ഐതിഹ്യമോ അല്ലെങ്കിൽ കഥകളൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോ അവതാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അറിയാത്തത് കൊണ്ട് ഞാനത് പറയാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നില്ല തൽക്കാലം. കാരണം നമ്മൾ അറിയാത്ത കാര്യം അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലായതാണ്. നമുക്കറിയാത്ത, നമ്മൾ പഠിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ അറിവിനായാലും നമ്മുടെ ഒരു പോസിറ്റീവ് എനർജിക്കായാലും നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഗണപതിൻ്റെ വിഗ്രഹത്തിനൊക്കെ പെയിൻറ്റ് ചെയ്യുന്നത്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഓരോ മൈന്യൂട്ടായിട്ടുള്ള പോയിൻ്റ് പോലും അവർ വളരെ ശ്രദ്ധിച്ചിട്ടാണ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഉണ്ടല്ലോ ഓൾറെഡി ബുക്കായ, അതായത് സെയിലായിട്ടുള്ള ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വിഗ്രഹങ്ങളാണ്. അതിനൊക്കെ കണ്ടോ ഒരു
യെല്ലോ കളറിൽ അവർ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടോ, അതൊക്കെ ആ ബുക്ക് ചെയ്ത ആൾക്കാരുടെ പേരും അഡ്രസ്സൊക്കെയാണ്. ഇത് 1ഉം 2ഉം റൂമിലല്ല കേട്ടോ, 2 നിലകളിലായിട്ട് ഒരു 5 റൂമിലൊക്കെയാണ് കേട്ടോ ഈ ഗണപതി വിഗ്രഹങ്ങളൊക്കെ ഉള്ളത്. ഇതൊക്കെ ശിവൻ്റെ പോലെയുള്ള ഗണപതി. അപ്പോൾ എന്താ പറയുക, ഇത് എത്രത്തോളം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഞാൻ കണ്ട് അമ്പരന്ന് പോയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വിട്ടുപോകരുതേ. നമ്മുടെ നാട്ടിലൊന്നും അധികം ഇങ്ങനത്തെ കാഴ്ചകളില്ലല്ലോ. അപ്പോൾ ഇതാ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഗണപതികളുണ്ട്. ഇതൊക്കെ അവർ നല്ല സേഫായിട്ട് വെക്കാൻ വേണ്ടി കവറിട്ടിട്ട് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇവിടുന്ന് കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിക്കുവാണ്. ഇതാ പോകുന്ന വഴിക്ക് ഇതാ വേറൊരു ചെറിയൊരു കടയും കൂടി ഉണ്ട്. അവിടെയും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഗണപതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ മുംബൈയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആഘോഷങ്ങളും ഉത്സവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി രക്ഷാബന്ധൻ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രക്ഷാബന്ധൻ്റെ ഇതൊക്കെ എല്ലാ കടകളിലും വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴയും വന്നിട്ട് ഇവിടെ ഇപ്പം എന്താണ്ടില്ലേ, രക്ഷാബന്ധൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് ഇതെല്ലാം ഇപ്പോഴേ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്.